ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹാപൈതൃകങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് താഷ്ഖണ്ഡിൽ വെച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയ ചരിത്ര സന്ദർഭം. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ മണ്ണിലാണ് ഒരു കൂട്ടം യുവ സാഹസിക പോരാളികൾ നമ്മുടെ മഹാരാജ്യത്തിനകത്ത് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിപ്ലവം സ്വപ്നം കണ്ടുകൊണ്ട് അന്ന് യാഥാർത്ഥ്യമായ സോവിയറ്റ് യൂണിയൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ചത്. സ്വാഭാവികമായും ആ തുടക്കം പിൽക്കാല ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിലേക്ക് വലിയ സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ സംഭവമാണ്. താഷ്ഖണ്ഡിൽ രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനുബന്ധം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. വിപ്ലവ റഷ്യയിൽ പഠിച്ച പോരാളികളാണ് പിന്നീട് ഇന്ത്യയിലെ ബഹുജന സംഘടനകൾ രൂപീകരിക്കുന്ന പ്രക്രിയയ്ക്ക് സഹായകരമായ മുൻകൈ എടുത്തത് എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ തുടക്കം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഒരു ഇടതുപക്ഷധാര രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ പുതിയ ദിശാബോധവും ഉണ്ടാക്കി. പൂർണ്ണ സ്വരാജ് എന്നതിനെ പൂർവാധിക ശക്തിയോടുകൂടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി സ്വാതന്ത്ര്യം എന്ന ആശയത്തെ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ മാറ്റം എന്ന ആശയത്തെ ശക്തമായി ഉന്നയിക്കാൻ അത് സഹായകരമായി. അതോടൊപ്പം തന്നെ ബഹുജന സംഘടനകൾ രൂപീകരിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യവും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങി. അഖിലേന്ത്യാ വിദ്യാർത്ഥി സംഘടന, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെ സംഘടന, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകന്മാരുടെ സംഘടന, അഖിലേന്ത്യാ തലത്തിൽ അതിശക്തമായ ട്രേഡ് യൂണിയനുകൾ വ്യത്യസ്തമായ മേഖലകളിൽ എന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വ്യക്തികൾക്ക് ചുറ്റും കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനം എന്നതിനുപരി അതിൻ്റെ ജനകീയതയുടെ വേഗത വർദ്ധിപ്പിച്ച ഘടകമാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് എടുത്ത പ്രധാനപ്പെട്ട മുൻകൈ. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ത്യാഗനിർഭരരായ യുവാക്കളുടെ നിരയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം അണിനിരന്നത് എന്ന് പിൽക്കാല ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് കൃഷിക്കാരൻ്റെയും തൊഴിലാളിയുടെയും താല്പര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന ദിശാബോധം നൽകുകയാണ് ആ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിച്ച ചരിത്ര ദൗത്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാകട്ടെ ആ പുതുതായി ലഭ്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തെ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ലഭ്യമാകുന്ന തരത്തിൽ ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതിൻ്റെ നയരൂപീകരണം നടത്തണം എന്ന താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിച്ചത്. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിനകത്ത് ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തിൽ വളരെ വിപുലമായ കാർഷിക വിപ്ലവം നടക്കേണ്ടതുണ്ടായിരുന്നു. കാർഷിക വിപ്ലവം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായ കാർഷിക പരിഷ്കരണങ്ങളെക്കുറിച്ചാണ്, കാർഷിക പരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യം അതായിരുന്നു. കൃഷിക്കാരന് കൃഷിഭൂമി ലഭ്യമാവുക, ജന്മിത്വത്തിൻ്റെ വേരറുക്കുക, അതിശക്തമായ കാർഷിക മുന്നേറ്റം
സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന നാളുകളിൽ ഇന്ത്യയിൽ ദൃശ്യമായതായിരുന്നു. തെലങ്കാന സായുധ സമരം, ഓർലിയിലെ ആദിവാസി സമരം, തേവാഗ സമരം, പുന്നപ്ര വയലാറിലെയും മലബാറിലെയും കൃഷിക്കാർ നടത്തിയ സമരങ്ങൾ, പോരാട്ടങ്ങൾ, അങ്ങനെ തഞ്ചാവൂരിലെ കർഷക പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ പൊതുവായ കാഴ്ചപ്പാട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൃഷിഭൂമി കൃഷിക്കാരന് ലഭ്യമാവുക എന്ന പ്രധാന മുദ്രാവാക്യത്തിന് ചുറ്റും തന്നെയാണ് രൂപപ്പെട്ടത്. കാരണം ഇന്ത്യ ഒരു കാർഷിക സമൂഹമാണ് അന്ന് എന്ന് തന്നെയായി. അത്തരമൊരു ചരിത്ര സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഭൂബന്ധങ്ങൾ വിപ്ലവകരമായി മാറ്റി യഥാർത്ഥ കൃഷിക്കാരൻ്റെ കയ്യിൽ ഭൂമി എത്തിച്ച് ഫ്യൂഡൽ ശക്തികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ കർഷകനെ വിമോചിപ്പിക്കുക എന്നത് അതിപ്രധാനമായ ഒരു കാര്യമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണാംശം സാധാരണക്കാരന് ലഭ്യമാകുന്ന പ്രക്രിയയിലെ അതിപ്രധാനമായ ഒരു ചുവടുവയ്പ്പാകുമായിരുന്നു അത് ആ നിലയിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ. നിർഭാഗ്യവശാൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഭരണകൂടം അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വിമുഖത കാണിക്കേണ്ടായി. പക്ഷേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന, വിശേഷിച്ച് സ്വാതന്ത്ര്യസമര സേനാനിയായ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നിർവഹിക്കും എന്നുള്ള വലിയ വിശ്വാസമുള്ള ഒരു കാലം കൂടിയായിരുന്നു അത്. യാഥാർത്ഥ്യം ഒരു കാലം നമ്മളെ പഠിപ്പിക്കേണ്ടായി. വലിയ വേഗതയേറിയ പരിഷ്കരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾക്കും നല്ല സ്വാധീനം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായിരുന്നു. നാം ശാസ്ത്രീയമായി വിശകലനം ചെയ്തതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേതൃത്വം ഇന്ത്യയിലെ വൻകിട ബൂർഷ്വാസിയുടെ നിയന്ത്രണത്തിൽ ഭൂപ്രഭു വർഗ ഭരണകൂടം കുത്തകകൾക്കും ഫ്യൂഡൽ ഭൂപ്രഭുക്കൾക്കും നിർണായകമായ സ്വാധീനമുള്ള ഭരണകൂടം, സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്യാൻ താല്പര്യമുള്ള ഭരണകൂടം ആണ് സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ആഗ്രഹിച്ച അളവിൽ, കർഷകനും തൊഴിലാളിയും ആഗ്രഹിക്കുന്ന അളവിൽ അവരുടെ ജീവിതത്തെ പുനർനിർണയിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നത് നിർഭാഗ്യകരമായ യാഥാർത്ഥ്യമായിരുന്നു. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ ദിശ കണ്ടെത്തുക എന്ന അതിപ്രധാനമായ ചുമതലയും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വെള്ളക്കാരൻ നാടുവിട്ടതിന് ശേഷമുള്ള പുതിയ ഇന്ത്യ, ആ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന നാനാവിധങ്ങളായ പ്രശ്നങ്ങൾ, ആ ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ വർഗ ഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇന്ത്യയിലെ സാമൂഹ്യ മേഖലയെ പുനർനിർണയിക്കുന്നതിലെ വ്യത്യസ്ത വർഗ വിഭാഗങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക്, അതിലെ വർഗപരമായ യോജിപ്പിൻ്റെയും വർഗ സമരത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ, വളരെ കൃത്യമായ ഒരു വിപ്ലവ ലക്ഷ്യം, ഇതെല്ലാമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് ആശയ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 1-2 ദശകങ്ങളിൽ കടന്നുപോയി എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന്. ഇപ്പോൾ നാം വളരെ കൃത്യമായി സമകാല ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും പാർട്ടി വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടതുമായി ബന്ധപ്പെടുത്തിയ നമ്മുടെ പരിശോധനകളിൽ 1964 CPIM രൂപീകരണം എന്നത് അതിപ്രധാനമായ ഒരു സംഭവമാണ്. ആ നിലയിൽ 1964 CPIM രൂപീകരിക്കപ്പെട്ടതോടുകൂടി വളരെ കൃത്യതയുള്ള ഒരു പാർട്ടി പരിപാടി നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു. ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സമകാല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ചുമതലകളെ സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ടായി. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നടത്തേണ്ട
സാമൂഹ്യ മാറ്റത്തിൻ്റെ ദിശാബോധം പകരുന്ന വ്യക്തതയുള്ള വിപ്ലവ കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. വിപ്ലവ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ അതാത് കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സമീപനങ്ങൾ രൂപപ്പെടുത്താനുള്ള പൊതു കാഴ്ചപ്പാടും CPIM രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. സോവിയറ്റ് യൂണിയൻ രൂപപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ ആദ്യകാലം സൃഷ്ടിച്ച വൻ മാറ്റങ്ങളുടെ ഭൂമിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ഏറ്റവും പ്രചോദനമായ വസ്തുതയാണ്. യൂറോപ്പിലെ ഏറ്റവും പിന്നണിയിൽ കിടന്ന രാജ്യമായ റഷ്യയാണ് ആദ്യമായി വിപ്ലവം നടന്ന രാജ്യം. വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ, കർഷകന് കൃഷിഭൂമി നൽകാൻ, അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ, തൊഴിലില്ലായ്മയ്ക്കും ശാശ്വത പരിഹാരം കാണാൻ, പാർപ്പിട പ്രശ്നം ഇല്ലാതാക്കാൻ, സാമൂഹ്യ തുല്യതയുടെയും സാമൂഹ്യ സുരക്ഷയുടെയും പുതിയ വിധാനങ്ങളിലേക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ സാധിച്ച വസ്തുതകളുടെ ആത്മവിശ്വാസം അന്ന് നമ്മുടെ പ്രപിതാമഹന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് പ്രചോദനമായി. നമ്മുടെ പാർട്ടി ഇന്ത്യയിൽ വളരെ വ്യക്തമായൊരു വിപ്ലവ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ അന്നേക്ക് സോവിയറ്റ് യൂണിയനും ഇടതുപക്ഷ ബ്ലോക്കും രൂപപ്പെട്ടു വന്ന അന്തരീക്ഷമുണ്ട്. ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും എല്ലാം വിപ്ലവം നടന്ന അനുഭവങ്ങളുണ്ട്. വലിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാകെ ഇടതുപക്ഷത്തേക്ക് വന്ന അനുഭവമുണ്ട്. ഇതെല്ലാം 1964 പാർട്ടി പരിപാടി ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റത്തിന് സഹായകരമായ രൂപത്തിൽ രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകങ്ങളായിരുന്നു. തീർച്ചയായും CPIM ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശരിയായ ദിശാബോധത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. പിൽക്കാല ഇന്ത്യയിൽ രൂപപ്പെട്ട അതിപ്രധാനമായ രാഷ്ട്രീയ ചലനങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് നിലപാടെടുക്കാൻ CPIM രൂപീകരണം സഹായകരമായി. അത് ചരിത്രത്തിൻ്റെ അതിവിപുലമായ ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ട ഘടകമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. പക്ഷേ അതിപ്രധാനമായ ചരിത്രഘട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം നശിപ്പിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അമിതാധികാരത്തിനും ഏകാധിപത്യത്തിനുമെതിരായി രാജ്യം ഏറ്റെടുത്ത പ്രതിരോധ പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ശരിയായ പങ്കുവഹിക്കാൻ CPIM സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഇടതുപക്ഷ ഇടം ശക്തിപ്പെടുത്തുന്നതിന് അത് സഹായിച്ചത്. 1957 തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നു എങ്കിലും 1977 കൂടിയാണ് ബംഗാളിൽ CPIM ശക്തിപ്പെടാൻ തുടങ്ങിയത്. ബംഗാളിന് പുറമെ ത്രിപുരയിൽ കൂടി CPIM ഗവൺമെൻറ് ഉണ്ടായി. കേരളം, ബംഗാൾ, ത്രിപുര തുടങ്ങിയ 3 സംസ്ഥാനങ്ങളിലെ ഇടതുപക്ഷ സ്വാധീനം ഇന്ത്യയിലാകെ ശ്രദ്ധേയമാകുന്ന തരത്തിലുള്ള ഇടതുപക്ഷ മുന്നേറ്റത്തിന് സഹായകരമായ പശ്ചാത്തലമൊരുക്കി. ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിലെ തൊഴിലാളി വർഗ ശബ്ദമായി CPIM മാറുന്നതിന് ഏറെ സഹായകരമായ ഘടകമാണിത്. പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിലെ അതിസുപ്രധാനമായ ഒരു മാറ്റം ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയെ വലതുപക്ഷത്തേക്ക് നയിക്കാൻ സംഘപരിവാറിന് സാധിച്ച BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന അനുഭവങ്ങളാണ്. ഇവിടെയും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് CPIM ശരിയായ കുറേ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും. അതിൽ അതിപ്രധാനമായ ഒരു കാര്യമാണ്
BJP ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുന്നത് തടയാൻ വലിയ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നത്. ഒരു ഭാഗത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമുള്ള CPIM സ്വാധീനത്തെ ഇന്ത്യയാകെ വലതുപക്ഷവൽക്കരിക്കാനുള്ള BJPയുടെ പരിശ്രമത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിനായി നല്ല നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. വലതുപക്ഷത്തേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ മാറുന്നതിൻ്റെ ഒരുപാട് സൂചകങ്ങൾ രൂപപ്പെട്ട 90കളുടെ അവസാനത്തിലും ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ശക്തമായ ഇടപെടലാണ് ഇടതുപക്ഷം നടത്തിയത്. നിർഭാഗ്യകരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വലതുപക്ഷത്തിന് മുൻകൈ കിട്ടാൻ സഹായകരമായ ഒരുപാട് ഘടകങ്ങൾ ആ സന്ദർഭങ്ങളിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലയിലെ വലിയ തകർച്ച, വലതുപക്ഷ ശക്തികൾക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങളും കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും നൽകിയ വലിയ പിന്തുണ, അത് ഉപയോഗപ്പെടുത്തി BJP RSS സംഘപരിവാറിൻ്റെ സംഘടനാ ബലവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരിശ്രമങ്ങൾ ഇന്ത്യയിലെ ബൂർഷ്വാ രാഷ്ട്രീയ ഘടനയിലെ ചാഞ്ചാട്ട മനോഭാവമുള്ളവരെ മുഴുവൻ ഒന്നിപ്പിക്കാൻ വൻകിട ബൂർഷ്വാസിയുടെ പിന്തുണ BJPക്ക് വലിയ തോതിൽ സഹായകരമായി മാറി. വേറൊരു ഭാഗത്ത് സമൂഹത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ സ്വത്വ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയി വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ഇതിനുള്ള സാധ്യതകളെ രൂപപ്പെടുത്താനും ഇന്ത്യൻ ഭരണവർഗത്തിന് സാധിക്കുകയുണ്ടായി. വർഗീയത ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ സ്വത്വ രാഷ്ട്രീയവും ശക്തിപ്പെട്ടത്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് മുന്നേറാനുള്ള സാധ്യതകൾ ദുർബലപ്പെടുത്തിയ ഘടകങ്ങളായിരുന്നു ഇത്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം CPIM അതിന് 3 സംസ്ഥാനങ്ങളിലെ ബഹുജന പിന്തുണ, ആ ബഹുജന പിന്തുണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെൻ്ററി വേദികളിലുള്ള അതിൻ്റെ സ്വാധീനം പൂർണ്ണമായി തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയ ഘടനയിൽ വലതുപക്ഷ BJP മേധാവിത്വം പുലർത്തുന്നത് തടുക്കാൻ വലിയ പരിശ്രമം നടത്തി. ബൂർഷ്വാസിയെ ഏറ്റവും അലോസരപ്പെടുത്തിയ ഘടകമാണത്. വേഗതയേറിയ ആഗോളവൽക്കരണവും ആ ആഗോളവൽക്കരണത്തിന് പരിരക്ഷ ഒരുക്കുന്ന പശ്ചാത്തലമായി വർഗീയവൽക്കരണവും ഒരുപോലെ നടത്തി മുന്നോട്ട് പോകുന്നതിനെ പ്രതിരോധിക്കുന്ന ശക്തികളെ ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ ഇടതുപക്ഷം നടത്തിയ മഹത്തായ ഒരു സാമൂഹ്യ ഇടപെടലുണ്ട്. 1901 മുതൽ ഒരു 2 ദശാബ്ദത്തോളം, ഒരു 4 നൂറ്റാണ്ടോളം വളരെ സജീവമായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ വലതുപക്ഷവൽക്കരിക്കുന്ന ഘടകങ്ങൾക്കെതിരായി പാർലമെൻറ്റിനകത്ത് ബഹുജന മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റിനും പുറത്ത് തൊഴിലാളി കർഷക വിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് പൊതുവെ ഇന്ത്യയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് CPIM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപപ്പെട്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശരിയായ ദിശാബോധവും ദാർശനിക കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെട്ടത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെതായ രാഷ്ട്രീയ ഇടപെടലിലെ നിർണായക ശക്തിയായി CPIMന് മാറാൻ കഴിഞ്ഞത് ചരിത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുക തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ വലതുപക്ഷത്തിന് കിട്ടിയ മേൽക്കൈ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്കെല്ലാം അറിയാം.
ഇപ്പോഴും അതിന് ആ മേധാവിത്വം തുടരാനാവുന്നത് ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിയായി BJP അവർ സ്വീകരിച്ചതിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM ഈ പുതിയ കാലത്തിൻ്റെ നാനാവിധങ്ങളായ വിഷയങ്ങളിൽ ശരിയായ നിലപാടുകൾ സ്വീകരിച്ച് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി, വളരെ അർപ്പിത മനസ്സോടുകൂടി ഇടപെടേണ്ടി വരികയാണ് ഈ ചരിത്ര സന്ദർഭത്തിൽ. ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP അതിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തെ കൂടുതൽ തീവ്രമായി നമ്മുടെ സമൂഹത്തിൽ വിന്യസിക്കുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ കൂടുതൽ ദൃശ്യമാവുന്നു എന്ന വസ്തുതയുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ അടുത്ത ദിവസമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരവും അതിലെ BJP പങ്കാളിത്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ ചില സംവാദങ്ങൾ നടന്നത്. ഒരു കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച എല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സജീവ പങ്കാളിത്തം ഉള്ളവരല്ല പിൽക്കാല സംഘപരിവാറുകളായി മാറിയ രാഷ്ട്രീയധാര. സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്ക് നൽകിയ വലിയ ഊർജത്തെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിക്കുന്നതിൽ, മതനിരപേക്ഷതയുടെ മാനസിക ഭാവം ഇന്ത്യയുടെ പൊതുഭാവമാക്കുന്നതിൽ, ബഹുസാംസ്കാരികതകളെ, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നതിൽ ദേശീയ പ്രസ്ഥാനം വഹിച്ച പങ്കിനെ തമസ്കരിക്കുക മാത്രമല്ല മായ്ച്ചു കളയുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈയിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പോസ്റ്ററുകളിൽ ജവഹർലാൽ നെഹ്റു തിരസ്കൃതനായത്. ഗാന്ധിയേക്കാൾ പ്രാധാന്യത്തോടുകൂടി മറ്റു നേതാക്കളെ സ്ഥാപിക്കാൻ BJP പാടുപെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസമാണ് സവർക്കറെ കൂടുതൽ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള രാജ്നാഥ് സിംഗിൻ്റെ പ്രസംഗം വന്നത്. അതിൻ്റെ അനുബന്ധമായി വിജയദശമി ദിനത്തിൽ RSS സത്സംഗ ചാലക് മോഹൻ ഭഗവതും സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാൻ, തങ്ങളുടെ ഇല്ലാത്ത പങ്കിനെ ഉയർത്തിക്കാട്ടാൻ സംഘപരിവാർ പരിശ്രമിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. എല്ലാം സംഘപരിവാറിന് അനുകൂലമായി മാറ്റി എഴുതപ്പെടുന്ന ഒരു കാലം സൃഷ്ടിക്കപ്പെടുകയാണ്. സാംസ്കാരിക മണ്ഡലത്തിലേക്കുള്ള സംഘപരിവാർ കടന്നുകയറ്റം അതിശക്തമായിരിക്കുകയാണ്. തീവ്ര വർഗീയവൽക്കരണ ലക്ഷ്യത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ കൂടുതൽ കേന്ദ്രീകൃതമായ തരത്തിൽ കേന്ദ്രാധികാരത്തെ BJP ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മളിപ്പോൾ സാക്ഷികളാവുകയാണ്. ആ തീവ്ര വർഗീയവൽക്കരണ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സാമുദായിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത പരിരക്ഷിക്കുക എന്ന പ്രധാന ദൗത്യം കൂടുതലായി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് സമാന്തരമായി തീവ്ര സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും ബഹുരാഷ്ട്ര കുത്തകളുടെ താല്പര്യത്തിനും അനുയോജ്യമായ രൂപത്തിലുള്ള തീവ്ര സ്വകാര്യവൽക്കരണം എന്നതിൻ്റെ വേഗത എത്രയാണ് ഈ മോഡിയുടെ രണ്ടാം ഭരണത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുത്തത്. കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഉള്ള അല്ലെങ്കിൽ കൊച്ചിയിലോ ഉള്ള
ഒരു ഷോപ്പിംഗ് മാളിൻ്റെ, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ വിലയ്ക്ക് 60,000 കോടിയിലേറെ ആസ്തിയുള്ള എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറുകയാണ്. അവിശ്വസനീയമാണിത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു നഗരത്തിലെ ഒരു വലിയ കെട്ടിടവും അവിടുത്തെ ഏതാനും കച്ചവട സ്ഥാപനങ്ങളുടെയും വിലയിട്ടാൽ കിട്ടുന്ന പൈസയ്ക്ക് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന സംവിധാനമുള്ള എയർ ഇന്ത്യ എത്ര ചെറിയ മുതൽ മുടക്കിൽ ടാറ്റയ്ക്ക് ലഭിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന സംഭവങ്ങൾ. തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഡിഫൻസ് മേഖലയാകെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയാണ് സ്വകാര്യ മുതലാളിമാർ കൈമാറുകയാണ്. 1/2 ഡസൻ വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം ഉൾപ്പെടെ അദാനിക്ക് കൈമാറി. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ആ കൈമാറ്റ പ്രക്രിയയിലാണ്. ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖല, ലോകം 2008 സാമ്പത്തിക പ്രതിസന്ധിയിൽ ലോകം മുഴുവൻ ആടി ഉലഞ്ഞപ്പോൾ പോർലേൽക്കാതെ നിന്ന LIC, ഏറ്റവും വലിയ മാതൃക എന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്കുകൾ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. അവിശ്വസനീയമായ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു മൗലിക പ്രശ്നത്തിനും പരിഹാരം കാണാനാവുന്നില്ല. എല്ലാ പ്രഭാതങ്ങളിലും നേരത്തെ പെട്രോൾ വില കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ തലേന്ന് വൈകുന്നേരം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാത്രി പെട്രോൾ അടിക്കൂ എന്നാണിപ്പോൾ നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നത്. രാവിലെ വില കയറും എന്നുള്ളത് കൊണ്ട് വലിയ സഹായമാണ് നൽകുന്നത്. എന്ത് വിചിത്രമായ അവസ്ഥയാണ് ഇന്ത്യക്ക് വന്നുയർന്നിരിക്കുന്നത്. എല്ലാ രാവിലെയും പെട്രോളിൻ്റെ വില രേഖപ്പെടുത്തുന്നു എല്ലാ സായന്തനങ്ങളിലും എന്ന അവസ്ഥ. ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം ഈ നിലയിൽ ഇത്തരമൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ? കോവിഡ് പ്രതിരോധത്തിന് പകരം കോവിഡിനെ കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ 101 സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പിറകിലേക്ക് പോയ രാജ്യമാണ് ഇന്ത്യ. എന്തൊരു അപമാനമാണ് സംഭവിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം വർദ്ധിച്ചു, ദരിദ്രർ വർദ്ധിച്ചു. 5 വയസ്സിൽ താഴെയുള്ള ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങളും പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളും ഇന്ത്യയിൽ വർദ്ധിച്ചു എന്ന വാർത്ത വായിച്ച് തൊട്ടടുത്ത ദിവസം നാം കേട്ടത് പട്ടിണി മാറ്റും എന്നല്ല, 1ാമത്തെ സൈനിക ശക്തിയാക്കും എന്നാണ്. സൈന്യം ശക്തിപ്പെടുന്നതിനോട് നമുക്കാർക്കും യോജിപ്പില്ല. പക്ഷെ പട്ടിണി മാറ്റാനുള്ള പരിപാടികളുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെ ഉപയോഗപ്പെടുത്തുമ്പോഴാകട്ടെ സാമ്രാജ്യത്വ ലാഭക്കൊതിക്ക് അനുയോജ്യമായ രൂപത്തിൽ കൂടുതൽ വിധേയത്വം അമേരിക്കൻ സാമ്രാജ്യത്വമായി രൂപപ്പെടുത്തുന്ന സൈനിക കരാറുകളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിലത്തെ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പോലും, അതിലെ കൂടിയാലോചനകൾ പോലും വ്യക്തമാക്കുന്നത് കൂടുതലായി അമേരിക്കൻ സൈനിക ഉപകരണങ്ങളുടെ ഒരു വിൽപ്പനശാലയായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. എവിടെയാണ് സാധാരണ ഇന്ത്യക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുക? വളരെ നിർഭാഗ്യകരമായ ഒരു കാലത്തെ ഇന്ന് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. തൊഴിലാളിയും കൃഷിക്കാരനും ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പിഴുതെറിയപ്പെടുകയാണ്. അവിടെ അവരുടെ താല്പര്യങ്ങളെ പരിരക്ഷിക്കുക, അത് അതിപ്രധാനമാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്
ഇന്ത്യൻ തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM-ന് വർദ്ധിതമായ ഉത്തരവാദിത്തങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിശേഷിച്ച് രാഷ്ട്രീയത്തിൻ്റെ വലതുവൽക്കരണ കാലത്തിൻ്റെ പ്രത്യേകതകളിൽ നിർവഹിക്കാനുണ്ട്. അത് സംബന്ധിച്ചാണ് CPIM ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളാണ് വരാൻ പോകുന്ന CPIM-ൻ്റെ ദേശീയ സമ്മേളനം നടത്താൻ പോകുന്നത്. ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിശക്തമായൊരു കർഷക പ്രക്ഷോഭം 1 വർഷം പിന്നിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ വണ്ടി ഓടിച്ചു കയറ്റി തകർക്കാൻ കഴിയുന്നതല്ല കൃഷിക്കാരൻ്റെ ആത്മവീര്യമെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. തൊഴിലാളികളുടെ വലിയ പ്രതിഷേധ സമരങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. പാർലമെൻറ്റിലെ മേധാവിത്വത്തെ ജനാധിപത്യ ധ്വംസനത്തിനെതിരായി ആവശ്യമായി ദുർവിനിയോഗം ചെയ്യുന്ന, ജനാധിപത്യ ധ്വംസനത്തിനായി പാർലമെൻറ്റിലെ കരുത്തിനെ ദുർവിനിയോഗം ചെയ്യുന്ന കേന്ദ്ര നിലപാടിനെതിരായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭവും കർഷക പ്രക്ഷോഭവും ശക്തിപ്പെടുകയാണ്. നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, തെരുവ് കൂടുതൽ വലിയ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഒരു കാലം കൂടിയാണ് വർത്തമാനകാല ഇന്ത്യ എന്ന വസ്തുതയെ. അവിടെ ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഇവിടെയാണ് കേരളം കൂടുതൽ പ്രസക്തമാവുന്നത്. എല്ലാം തകർന്നു എന്നിടത്താണ് കേരളത്തിലെ ഇടതുപക്ഷ തുടർഭരണം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടത്. മെയ് മാസത്തിൽ വോട്ടെണ്ണിയപ്പോൾ രൂപം കൊണ്ട കേരളത്തിലെ പുതിയ ഇടതുപക്ഷ ഗവൺമെൻറ് വലിയ മാറ്റങ്ങളുടെ സാധ്യതകൾ തുറന്നു വെക്കുകയാണ്. ഇന്ത്യയാകെ ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷ എല്ലാവർക്കും ഉറപ്പാക്കുന്ന ഭരണനിർവഹണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കൾ തൊഴിൽ രഹിതരാകുമ്പോൾ, വിദ്യാഭ്യാസം കൂടിയ വിലക്ക് വാങ്ങാൻ കഴിയാതെ നിരാശരാകുമ്പോൾ, മികവേറിയ വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും യുവതലമുറയ്ക്ക് നൽകാനുള്ള പ്രവർത്തനത്തിനാണ് കേരളം മുൻകൈയെടുക്കുന്നത്. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടി വേഗതയേറിയ ദേശീയപാതയും തീവണ്ടിപ്പാതയും അതുവഴി കൂടുതൽ നിക്ഷേപങ്ങളും കേരളത്തിൽ പഠിച്ചു വളരുന്നവർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാധ്യതകളും തുറക്കപ്പെടാൻ വലിയ മുൻകൈയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ മഹാമാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ദുരന്തം വിതയ്ക്കുന്ന തീവ്രവർഗീയതക്കെതിരായി കരുത്തുറ്റ പ്രതിരോധമാണ് കേരളം രൂപപ്പെടുത്തിയെടുക്കുന്നത്. വ്യത്യസ്തതകളുള്ള നിലപാട്, വ്യക്തമായ രാഷ്ട്രീയ സമീപനങ്ങൾ. ആ നിലയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷ തുടർഭരണം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കുറേ മാറ്റത്തിന് വിധേയമായ കേരളീയ സമൂഹത്തിൻ്റെ പുതിയ പ്രതീക്ഷകൾക്കൊപ്പമെത്തി ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നെടുക്കുകയാണ്. കേരളം ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബദൽ രാഷ്ട്രീയം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന, വർഗീയതയെ സഹായിക്കുന്ന ശക്തികൾ രൂപപ്പെടുത്തിയ പ്രതിലോമ രാഷ്ട്രീയത്തെ മുറിച്ചു കടക്കാനുള്ള സമരത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാവും എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭമാണ്. വളരെയേറെ സമർപ്പിത മനസ്കരായി പ്രവർത്തിക്കേണ്ട സമയമാണ്. ആശയ രാഷ്ട്രീയ മേഖലകളിൽ വളരെ കരുത്തോടുകൂടി ഇടപെടേണ്ട സന്ദർഭമാണ്. സമൂഹത്തെ പ്രതിലോമവൽക്കരിക്കാനുള്ള ഒരു പ്രവർത്തനവും ഇവിടെ വിജയിക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള നല്ല മുൻകൈയാണ്
കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ഉണ്ടാവേണ്ടത്. കേരളത്തിൽ CPIM ഈ ദിശയിൽ നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരം മുഴുകണം എന്നാണ് പാർട്ടി അംഗങ്ങളോടും പാർട്ടിയെ സ്നേഹിക്കുന്നവരോടും അഭ്യർത്ഥിക്കുന്നത്. നമുക്ക് കേരളത്തെ ജനാനുകൂലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് കേരളം നേടിയ നേട്ടങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് വിവിധ സമൂഹ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും പുരോഗമിച്ച സംസ്ഥാനമാണ് കേരളം. അത് അതിവേഗത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കാൻ CPIM നേതൃത്വം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ത്യയിൽ വർഗ രാഷ്ട്രീയത്തിൻ്റെ വേഗതയേറിയ വ്യാപനത്തിനായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ പ്രസ്ഥാനം മുൻകൈയെടുക്കും എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ 5 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ പാർട്ടി അംഗങ്ങൾ പങ്കെടുക്കുകയാണ്. 36,000-ഓളം പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ ബ്രാഞ്ച് തലത്തിൽ പൂർത്തീകരിച്ചാണ് നാം ഇപ്പോൾ കൂടുതൽ കരുത്തോടുകൂടി ഉയർന്ന ഘടകങ്ങളുടെ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത്. തീർച്ചയായും കണ്ണൂരിൽ വെച്ച് നടക്കുന്ന CPIM ദേശീയ സമ്മേളനം രൂപപ്പെടുത്തുന്ന ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ വലതുപക്ഷ ശക്തികളിൽ നിന്ന് വിമോചിപ്പിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 1 നൂറ്റാണ്ടിലധികം ഉള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. താഷ്കണ്ടിൽ നിന്നും തുടങ്ങി വെച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വ്യത്യസ്ത കാലയളവുകളിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലയളവിലുമെല്ലാമുള്ള അനുഭവ സമ്പത്തിനെ പുതിയ കാലത്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി വിനിയോഗിക്കാൻ വളരെ ഗൗരവമേറിയ പുനർവായനകളും നല്ല ആശയ വ്യക്തതയും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പുതിയ സംരംഭങ്ങളിലേക്ക് ധാരാളം ആളുകളെ നയിച്ചു കൊണ്ടുപോകാൻ തൊഴിലാളിക്കും കൃഷിക്കാരനും ആത്മവിശ്വാസം നൽകുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ CPIMനെ സജ്ജമാക്കുക എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ 101ാമത്തെ വർഷത്തെ കുറിച്ച് നാം ഓർത്തെടുക്കുമ്പോൾ ആ നിലയിലുള്ള നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തു പകരാൻ സ്വയം സമർപ്പണം നടത്തണം എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.